42 വർഷത്തിന് ശേഷം സുകുമാരക്കുറുപ്പിൻ്റെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലും ഒത്തിരി വീഡിയോസാണ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഈ പറയുന്ന പോലെ മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള മെയിൻ സ്ട്രീം വാർത്താ ചാനലുകൾ ഈ ഒരു കേസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് ജനങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത് യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. വെറുതെ സർക്കാരിൻ്റെ പൈസ കളയാനായിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങേരെ എന്നാണ്ടോ ചത്തുപോയിട്ടുണ്ടാവും, ഇനി അങ്ങേരെ ഇപ്പം തപ്പിപ്പിടിച്ചുകൊണ്ട് എവിടെ നിന്ന് കൊണ്ടുവരാനാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഈ പറയുന്ന പോലെ 42 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1984 ജനുവരി 21 ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടി ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് തൻ്റെ സ്വന്തം അംബാസഡർ കാറിലിട്ട് കത്തിച്ചു കൊന്നതായിട്ടുള്ള കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ മാവേലിക്കരയിലുള്ള ഈ പറയുന്ന സ്റ്റേഷനിൽ ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നു. കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു. ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായി. പോലീസുകാർ തന്നെ ഒത്തിരി പ്രാവശ്യം സംസ്ഥാനം വിട്ടും രാജ്യം വിട്ടും പോയി ഈ ഒരു സുകുമാരക്കുറുപ്പിനെ ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കേസിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല, 42 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കേസാണ് ഈ പറയുന്ന സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. അപ്പോൾ ആ ഒരു കേസിൽ ഈ പറയുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇയാൾ എവിടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. പല സാഹചര്യങ്ങളിലും ഒത്തിരി ഓഫീസേഴ്സ് ഇങ്ങനെ മാറി മാറി വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസ് പലപ്പോഴും ഇത്തരത്തിൽ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. കേരളം വിട്ടും രാജ്യം വിട്ടും ഈ ഒരു കേസിന് ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു നേഴ്സിനെ ചോദ്യം ചെയ്തതായിട്ട് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സുകുമാരക്കുറുപ്പിനെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന നേഴ്സിനെ ചോദ്യം ചെയ്തതായിട്ടും ഒരു ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. ആ നേഴ്സ് സുകുമാരക്കുറുപ്പിനെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 18 ഭാഷയൊക്കെ അറിയാം, മലയാളി അറിയാം, ഭാര്യ നേഴ്സാണ്, അങ്ങനെ കഥകൾ പറഞ്ഞു. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി, കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ചെറിയനാടാണ് എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി അതിന് സുകുമാരക്കുറുപ്പ് തന്നെ ആയിരിക്കും, അപ്പം പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി, വാർഡിൽ പോയി അയാളെ കണ്ട് സംസാരിച്ച് കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ച്, പേഷ്യൻ്റല്ലേ, അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞു. എവിടെ സ്ഥലം? കേരളം എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം അറിയാം, കേരളത്തിലൊക്കെ പോകാറുണ്ട്, ആ രീതിയിലാണ് പറഞ്ഞു. അപ്പം പേര് ജോഷി എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് പിന്നെ മലയാളം കേരളത്തിൽ പോവും, മലയാളം അറിയാം. അപ്പം ഞാൻ കേരളത്തിൽ പോവും, അറിയാമല്ലോ, ചെങ്ങന്നൂർ ഒക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ആ ചെങ്ങന്നൂർ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെങ്ങന്നൂർ ചെറിയനാടാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് അങ്ങ് ഇതായി. ഞാൻ പറഞ്ഞു എൻ്റെ വീട് ചെങ്ങന്നൂർ ചെറിയനാട് ശിവരാമക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ശിവരാമക്കുറുപ്പ്. അത്രയും പറഞ്ഞ് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അന്ന് സ്റ്റുഡൻ്റ്. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ പറയുന്ന വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ വൈറലാവാൻ വേണ്ടി ഓരോ തട്ടിപ്പായിട്ട് ഇറങ്ങിക്കോളും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ പുള്ളിക്കാരത്തി പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഉള്ളതിന് യാതൊരു തെളിവുകളുമില്ല. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് സുകുമാരക്കുറുപ്പെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ കണ്ടു. നാടിനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും ഈ പറയുന്ന സുകുമാരക്കുറുപ്പിൻ്റെ അച്ഛനെയൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ പറയുന്ന ഭാഷകൾ അറിയാം, ഭാര്യ നേഴ്സാണെന്നൊക്കെ ആ ഒരു വ്യക്തി പറഞ്ഞതനുസരിച്ചുകൊണ്ട് അത് കൂട്ടിച്ചേർത്തപ്പോൾ സുകുമാരക്കുറുപ്പാണെന്ന് ഈ ഒരു നേഴ്സിന് തോന്നി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് കള്ളമാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇതുപോലുള്ള പല വ്യക്തികളെയൊക്കെ ഇപ്പം എന്താണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ തന്നെ ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എത്രാമത്തെ അന്വേഷണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒത്തിരി പ്രാവശ്യം സംസ്ഥാനം വിട്ടും രാജ്യം വിട്ടും കേരള പോലീസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് ഇവർ അന്വേഷിക്കാൻ പോകുന്നതെന്നോ എന്താണ് ഈ പറയുന്ന കണ്ടുപിടിക്കാൻ പോകുന്നതെന്നോ നമുക്കറിയില്ല. റീഓപ്പൺ ചെയ്യുന്നതായിട്ടൊരു വാർത്ത കേൾക്കുന്നു. ഇതിപ്പോൾ ഇനി റീഓപ്പൺ ചെയ്ത കേസ് അവിടെ തന്നെ അടച്ചു വെക്കോ അല്ലെങ്കിൽ ഇപ്പോൾ റീഓപ്പൺ ചെയ്ത് സീക്രട്ടായിട്ട് അന്വേഷിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് ജീവനോട് ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് ജീവനോട് ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-90 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. മിക്കവാറും പുള്ളിക്കാരൻ തട്ടിപ്പോയിട്ടുണ്ടാവും. ഈ പറയുന്ന പോലെ ഈ ഒരു നേഴ്സ് കണ്ട കാര്യം സത്യമാണെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് ജീവിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് എന്നും ഈ പറയുന്ന നമ്മൾ ഈ 10-22 വയസ്സ് ഏജിൽ വരുന്ന നമ്മളെപ്പോലുള്ള വ്യക്തികൾക്കൊക്കെ ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. ഈ പറയുന്ന വീട്ടിൽ അച്ഛനമ്മമാർ പറയുന്നതും
ഈ പറയുന്ന മുത്തശ്ശിമാർ പറയുന്നതും പല സോഷ്യൽ മീഡിയ വീഡിയോസിലൊക്കെ കാണുന്നതൊക്കെയാണ് നമുക്ക് സുകുമാരക്കുറുപ്പ് ഉള്ള വ്യക്തിയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരൻ എവിടേക്കാണ് പോയത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് കേരള പോലീസിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ട് എവിടെയൊക്കെ പോയി എങ്ങനെയാണ് പുള്ളി ജീവിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കണ്ടുപിടിക്കട്ടെ. എന്തൊക്കെയാണെങ്കിലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്